നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ അന്വേഷണത്തിന് എത്തുന്നത് വമ്പൻ സ്രാവുകൾ. മുൻ ധനമന്ത്രി പി ചിദംബരം പ്രതിയായ എയർസെൽ മാക്സിസ് കേസ് അന്വേഷിച്ച SFIO സംഘതലവൻ തന്നെയാണ് എക്സാലോജിക് കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം വഹിക്കുന്നത് എന്ന വ്യക്തം. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് EDയും CBIയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത്. ചിദംബരവും മകനും അകത്താവുകയും ചെയ്തു. എക്സാലോജിക്കിലും വിശദമായ അന്വേഷണം തന്നെ നടത്തും. എക്സാലോജിക്കും കരിമണൽ ഖനനം CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് SFIO അന്വേഷിക്കുക. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ 6 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് ആദ്ലി, അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദ്, K പ്രഭു, A ഗോകുൽനാഥ്, MKS നാരായണൻ, വരുൺ BS എന്നിവരാണ് സംഘത്തിൽ. അരുൺ പ്രസാദാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. അഡീഷണൽ സെക്രട്ടറിക്കായും മേൽനോട്ട ചുമതല ഉണ്ട്. കാർത്തി ചിദംബരത്തിന്റെ എതിരായ എയർസെൽ മാർസിസ് കേസ്, പോപ്പുലർ ഫിനാൻസ് ചിട്ടിത്തട്ടിപ്പ് കേസ്, വാസൻ ഐ കെയർ കേസ് അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ്. അതിനിടെ അന്വേഷണവും AK സെന്ററിലേക്ക് നീങ്ങാനും സാധ്യത ഏറെയാണ്. എക്സാലോജിക് ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്ത് AK സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചത് CPMനും കുരുക്കാകും. വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ CMRലും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ അതിനിർണായക നീക്കത്തിനാണ് ഒരുങ്ങുന്നത്. വീണ 2014 കമ്പനി ആരംഭിക്കുകയും ചെയ്തു. അക്കാലത്ത് പിണറായി വിജയനും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് AK സെന്ററിനടുത്ത പാർട്ടിയുടെയും ഫ്ളാറ്റിലായിരുന്നു. ഈ ഫ്ളാറ്റിന്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തിന്റെ തന്നെ വിലാസമാണ് വീണ ഉപയോഗിച്ചത്. അതേസമയം നോമിനിയായി ഉൾപ്പെടുത്തിയ അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകേണ്ടി വരുമ്പോൾ അത് AK സെന്ററിലെ അഡ്രസ്സിൽ ആയിരിക്കുമോ എന്നതാണ് നിർണായകം.